മനുഷ്യൻ മരണം കാണാതെ എങ്ങനെ എടുക്കപ്പെടും? 2 മിനിറ്റ് കൂടെ കടമെടുക്കുക, സമയം അവസാനിക്കുമെങ്കിലും ആ കാറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചെങ്കടൽ വന്നപ്പോൾ ഒരു ഓർമ്മ വന്ന്. അങ്ങനെയെങ്കിൽ മോശ വടി നീട്ടി ചെങ്കടലിൽ കൂടി അവർ കടന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യൻ മരണം കാണാതെ എങ്ങനെ മധ്യാകാശത്തിൽ പോകും? അതിനാസ്പദമായി ഇന്നത്തെ പ്രളയം, ഇന്നത്തെ കാറ്റ്, 5ാമതൊരു മേഘം വരുന്നു. നാളെ ചിലപ്പോൾ സമയം കിട്ടിയില്ലല്ലോ, ഇനി വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അതുകൂടെ അങ്ങ് പറഞ്ഞേക്കാം. വായിക്കാം സങ്കീർത്തനം 104, 3, 4 മനസ്സിലാകുന്നവർക്കായി. സയൻസാ, കുഞ്ഞുങ്ങളെല്ലാം നോട്ട് ചെയ്താട്ട്. ടിക്കറ്റ് ഇന്നലെ ഇന്ന് മോൻ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ ഇന്നൂടെങ്കിലും രക്ഷയുടെ ടിക്കറ്റ് വാങ്ങിച്ചോണം, മനസ്സിലാകുന്നവർക്കായി. സങ്കീർത്തനം 104, 3, 4. ഇത് 2 മിനിറ്റ് കൊണ്ട് നിർത്താം, പാട്ടും പാടാം, കുഴപ്പമില്ല. നല്ല അന്തരീക്ഷം. അവൻ തന്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു. മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അടുത്തത് കാറ്റ് തന്റെ ദൂതന്മാരും. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും. അപ്പൊ മേഘങ്ങളെ തേരാക്കി കാറ്റ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, 5ാമതൊരു മേഘം വരുന്നു. എല്ലാവരും കേട്ടാട്ടെ. മനുഷ്യൻ മരണം കാണാതെ എടുക്കപ്പെടും, ഏലിയാവ് പോയതുപോലെ. ഒറ്റ കാര്യം ഇപ്പം പറഞ്ഞുതരാം, 5 മിനിറ്റ് കൂടി. ഇപ്പം പാട്ട് പാടാൻ പോവാ, ബാക്കി നാളെ രാത്രി. എന്താ പറയുന്നതെന്നറിയാവോ? എങ്ങനായി കാറ്റ്, മേഘം, മഴ പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടോണം. ഇന്ന് നമ്മുടെ മഴ പെയ്യുന്നത് എങ്ങനെ? ഭൂമി, സൂര്യൻ 15 കോടി കിലോമീറ്റർ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആപേക്ഷിക സിദ്ധാന്തം. കുറേ നാളായി ഞാൻ സയൻസ് പ്രസംഗിച്ചിട്ട്. സൂര്യൻ്റെ താപം സമുദ്രത്തിൽ വരും, ആ സമുദ്രത്തിലെ വെള്ളം നീരാവിയായിട്ട് കട്ട പിടിക്കും, മേഘം ഘനീഭവിച്ചാൽ മഴ പെയ്യുന്നത്. ഇനി 4 മേഘങ്ങളെ പറ്റി സയൻസിനറിയാം. കൊച്ചി കുസാറ്റിലേക്ക് ഇപ്പോൾ പോവുക, ഈ രേഖം കൂടെ കാണിച്ച് നിർത്താം, കർത്താവ് വരും എന്നുള്ളത്. 1ാമത്തെ മേഘം നിംബസ്, കാർമേഘം. 2ാമത്തെ മേഘമാ മിന്നലുള്ള മേഘം, ആട്ടോ നിംബസ്. 3ാമത്തെ മേഘമാ സ്റ്റാറ്റസ്. സ്റ്റാറ്റസിൻ്റെ പേരാ. ആ സ്റ്റാറ്റസ് കാണുമ്പോൾ നിലമ്പൂരിൽ ഒരു വാക്കെഴുതും, ചാറ്റൽ മഴ ഉണ്ടാകും, റബ്ബർ ഷീറ്റ് പുറത്തിട്ടേക്കരുത്, ശോശാമാമയുടെ ചുരിദാറും പുറത്തിട്ടേക്കരുത്. സന്തോഷമില്ലല്ലോ? ജില്ലാ വാർത്ത, ചാറ്റൽ മഴ, സ്വത്രം. 4ാമത്തെ മേഘത്തിൻ്റെ പേരാ പ്ലാന്റോസ്. എഴുതുമോളെ സയൻസ്, ഇതൊക്കെ വല്ലപ്പോഴും കിട്ടൂ. അത് നിലമ്പൂരിൽ പോയിട്ട് മാവേ കല്ലെറിയാൻ പാത് ഇതൊക്കെ പഠിച്ചാൽ നല്ലതാണ്, നിങ്ങൾക്കും പ്രസംഗിക്കാം, സ്വത്രം. അല്ല, ഇനി 21ാം നൂറ്റാണ്ട് ഇവിടെ ഇസ്രായേലുമായിട്ട് അടിയൊളിക്കുമ്പോൾ അബ്രഹാം മലയിൽ പോയത് പറഞ്ഞുകൊണ്ടിരുന്ന നിലമ്പൂർ വല്ലൂരും കേൾക്കുമോ ഭാഷ താഴെ ഇറങ്ങാൻ പറയും, മനസ്സിലാക്കുന്നവർക്കായി. ഇന്ന് നമ്മുടെ പെന്തിക്കോസി അവറാച്ച മലയിൽ പോയത് പറഞ്ഞുകൊണ്ടിരിക്കുക, സ്വത്രം. അവറാച്ചാനും ഇറങ്ങി വന്നിട്ട് മക്കൾ കൂട്ടയടി നടത്തി, കർത്താവും വരാറായി, ഇപ്പോഴും മലയിൽ നിൽക്കുക നമ്മൾ, കേട്ടോ. 4ാമത്തെ മേഘത്തിൻ്റെ പേരാ പ്ലാന്റോസ്. പ്ലാന്റോസ് കാണുമ്പോൾ എന്താ പറയുന്നത്? ഇടിയും മിന്നലും. നിലമ്പൂരിൽ വഴിക്കടവിൽ യാത്ര ഒഴിവാക്കുക, വഴിക്കടവ് വഴി ചുരം സുൽത്താൻ ബത്തേരി വഴി പോകാതിരിക്കുക. കരം ഉയരുന്നില്ലല്ലോ, എവിടെ കേൾക്കാനാ സ്വത്രം? അത് കണ്ടിട്ട് ശാസ്ത്രജ്ഞൻ്റെ മനസ്സല്ല. 4ാമത്തെ മേഘ പ്ലാന്റോസ്, ഇടിയും മിന്നലും. ഇത് കാണുമ്പോൾ 4ാമത്തെ മേഘം കാണുമ്പോൾ അലർട്ട്, യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്. സന്തോഷമില്ലല്ലോ സ്വത്രം? ഇതാച്ചായ നോകയുടെ കാലം. പിന്നെ നിലമ്പൂക്കാർ കേൾക്കട്ടെ, ഇടിയും മിന്നലും എങ്ങനെ ഉണ്ടാകുന്നു? ഇതുകൂടെ കേട്ടോണ്ട് എഴുതാക്കാവും. 2 മേഘങ്ങളുണ്ട്, 1 സീറസ്, 2 പ്ലാന്റോസ്. ഇവർ തങ്ങളെ അത്ര സ്നേഹമല്ല, മനസ്സിലാകുന്നവർക്കായി. നമ്മുടെ അവറാച്ചായ മരിച്ചുപോയി നിലമ്പൂർ. 2 മക്കളായിരുന്നു, ജെയ്സണും ജോസും. അപ്പം മരിഞ്ഞ് 40 പാട്ട് കുർബാന കഴിഞ്ഞപ്പം പിള്ളേർ കയ്യാലയ്ക്ക് അടി തുടങ്ങി. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, എന്തയ്യോ അപ്പൻ കുറച്ച് അടിച്ച് മാറ്റി ഇപ്പം കയ്യാലയ്ക്ക് അടിയെന്ന്, സ്വത്രം. ഇതുപോലെ ഈ 2 മേഘങ്ങൾ ശരിയല്ല. യവന്മാർ കൂട്ടിയിടിക്കും. ഈ കൂട്ടിയിടിക്കുന്നത് വായുമണ്ഡലം പഴുക്കും. 10,000 ഡിഗ്രി സെൻറ്റിഗ്രേഡാ ചൂട്. ആ വായുമണ്ഡലം പഴുക്കുന്നത് ആ മിന്നൽ. സന്തോഷമില്ലല്ലോ അമ്മമ്മ? അല്ലാതെ ദേവന്മാർ ഗതയെടുത്ത് ആകാശത്ത് അടിക്കുന്നതല്ല മിന്നൽ, സ്വത്രം. 10,000 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ മിന്നലടിക്കും, അതിൻ്റെ പുറകെ ഇടി. അപ്പോൾ അത് ഇടിയും മിന്നലും ഉണ്ടാക്കുന്ന ദേവന്മാർ ഗതയടിക്കുന്നതല്ല, വായുമണ്ഡലം പഴുക്കുന്നതാണ്. എങ്ങനെയെങ്കിലും 10,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മിന്നൽ, അതിൻ്റെ പുറകെ ഇടിയും വരും. അപ്പം നമ്മുടെ ദൈവം ആര്? സന്തോഷമില്ലല്ലോ? ഇടിയും മിന്നലും നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ആ ദൈവത്തിന് പിന്നെ പള്ളിയിൽ 5,000 രൂപയുടെ ചോട്ടാപടി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സന്തോഷമില്ലല്ലോ, സ്വത്രം. കര ഉയരുന്നില്ലല്ലോ, കോസുകാരെ ആരെയും കര ഉയരുന്നില്ലല്ലോ, സ്വത്രം. ഇതൊക്കെ പഠിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ യാക്കോബയിലെ തിരുമേനി, ഓർത്തഡോക്സിലെ തിരുമേനി എല്ലാം പറഞ്ഞത്, ദയവ് ചെയ്ത് പടക്കം പൊട്ടിച്ച് ഞങ്ങൾക്ക് ചങ്കുവേദന ഉണ്ടാക്കരുതെന്ന്. സന്തോഷമില്ലല്ലോ? സെൻറ്റ് പോൾസ് മിഷൻ്റെ കൺവെൻഷനകത്ത് ഞാൻ സയൻസ് പ്രസംഗിച്ചു. അപ്പോൾ പാത്രിക്കീസിലൊരു മെത്രാപ്പോലീത്ത പറഞ്ഞ് ലാസ്റ്റ് എഴുന്നേറ്റിട്ട്, എൻ്റെ സാറേ ഞാൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞ്, തിരുമേനി വെടിയെങ്ങാണ് പൊട്ടിക്കഴിഞ്ഞാൽ തിരുമേനിയുടെ കുപ്പായത്തിൽ പിടിക്കുമെന്ന്, സ്വത്രം. ലാസ്റ്റ് ആശീർവാദം പറഞ്ഞു, മേലാ നമ്മുടെ പള്ളിയിൽ വെടി പൊട്ടിച്ചേക്കരുതെന്ന്, സ്വത്രം. എന്നിട്ട് ഞാൻ പറഞ്ഞു,
ഏതാ നമ്മുടെ കർത്താവ് പ്രസാദിക്കുന്ന വെടി? ഈ വെടിയിലൊന്നും കർത്താവ് പ്രസാദിക്കത്തില്ല അമ്മാമേ. പണ്ടൊരുത്തൻ കാട്ടി കരമടിച്ചു, മനസ്സിലാകുന്നവർക്കായി. അവൻ്റെ കരമടിയിൽ പ്രസാദിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവ. 10 കമ്പിയുള്ള വാദിത്രം കൊണ്ട് നീ കരമടിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ പ്രസാദിക്കുക ദാവീദിൻ്റെ കരമടിയിൽ. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു മതത്തെ ഞാൻ കുറ്റം പറയത്തില്ല. ചുമ്മാതെ കതിനാവെടി വെട്ടിച്ച് പുണ്യവാളനെ ഓടിക്കാതെ ദൈവം ആത്മാവാകുന്നു. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. വചനം കേട്ടാട്ടെ. 5-ാമത്തെ മേഘം. മോനെ ലൈവ് ക്ലിയർ ആയിട്ട് കൊടുത്താണ്. നിലമ്പൂർ അത്ര ഗുണമുള്ള സ്ഥലമല്ല. നാളെ എല്ലാം കാവാലം പറയുന്നുള്ള ഒരു മരുന്നും കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ദാണ്ട് 5-ാമത്തെ മേഘം, കനത്ത മഴ. ദാ കിടക്കുന്ന 5-ാമത്തെ മേഘം. ഇതിൻ്റെ പേര് ക്യൂമിനോ നിംബസ്. പണ്ട് ഞാൻ പ്രസംഗിച്ചത് കളമശ്ശേരി മേഘവിസ്ഫോടനം, കുസാറ്റ്. സജു ചാത്തന്നൂരല്ല. കനത്ത മഴ, വേഗമേറിയ കാറ്റ്, വില്ലൻ ക്യൂമിനോ നിംബസ്. ആ നിംബസിൻ്റെ പേര് 5-ാമത് മേഘം. മേഘങ്ങളെ തേരാക്കി. അങ്ങനെ ആകാശത്തിൽ നിന്ന് ഒരു മേഘം ഇറങ്ങി വരുന്നു. പ്ലെയിൻ ഒറ്റയടിക്ക് ലാൻഡ് ചെയ്യല മാത്യു പാസ്. ആ മേഘത്തിന്റെ പേര് ഓക്സിജൻ ചേംബർ. തൻ്റെ ഭക്തന്മാരെ സ്വർഗീയ നാട്ടിൽ കൊണ്ടുപോകുക. മേഘത്തട്ടിൽ അവൻ ഇറങ്ങി വരാൻ കാലമായി. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാച്ചായ, മേഘവും കാറ്റും ഈ 5-ാമത്തെ മേഘം ഇറങ്ങുമ്പോഴേ കാറ്റടിക്കുന്നത്. അതിനാസ്പദമായി ആരാ ഓക്സിജൻ ചേംബർ ഉണ്ടാക്കിയത്? പെരിന്തൽമണ്ണ MES ആണോ? ആസ്റ്റർ മെഡിസിറ്റിക്കാരനാണോ? കോഴിക്കോട് BMH ആണോ? അമ്മ എന്ന് കേട്ടോണ്ട് പോണോ? പണ്ടൊരു അച്ചായനുണ്ട്, ഉപദേശി യോന. സന്തോഷമില്ലല്ലോ. ആദ്യം ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. കടക്കരെ ചെന്നപ്പോൾ അവൻ ടൂറിസ്റ്റായി. മനസ്സിലാക്കുന്നവർക്ക് സന്തോഷമില്ല. സ്വോത്രം. ഞങ്ങളുടെ ഉപദേശിമാർ പ്ലെയിനുക്കുള്ള വെളിനാട്ട് ഊളിയത്തേക്ക് പോകും. ഇങ്ങ പോകുമ്പോൾ അരുമയാണ് ഊളിയക്കാർ. പ്ലെയിനുക്കുള്ള കയറിയ പ്രവാചകർ തിളകറക്ക. ബാക്കി നാളെ പറയാം, വിഷമിക്കേണ്ട. കുഞ്ഞമ്മാമയൊക്കെ കേൾക്കണം. ബാക്കി ഇന്ന് ഞാൻ കടുപ്പിക്കുന്നില്ല. ഇന്ന് ചെറിയ മെസ്സിയിൽ കൊടുക്കുന്നുള്ളൂ. അതുപോലെ യോന എന്തോ ഇത് എവിടെ കയറിയെന്നറിയാം? കപ്പലിൽ കയറി. അവന് പോണ്ടിയത് നിലവയാ, തർശീശിലേക്ക് കയറി. ഗുണമില്ലാത്തവ ഏത് കപ്പലിൽ കയറിയാലും കുലുങ്ങും. IPC കയറിയാലും കുലുങ്ങും, AG കയറിയാലും കുലുങ്ങും, എവിടെ കയറിയാലും കുലുങ്ങും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. എല്ലാം കൂടെ ചീട്ടിട്ട് യോനായി എടുത്ത് താഴെ ഇട്ട്. ഇതാ നമ്മുടെ സർവശക്തൻ്റെ സ്നേഹം. യോനായ അന്നേരെ തീർക്കായിരുന്നു. അവനെ എന്ത് ചെയ്തു? 1-ാം ദിവസം ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ കയറ്റി 24 മണിക്കൂർ. 2-ാം ദിവസം 48 മണിക്കൂർ അയ്യം വിളിച്ചു. 3-ാം ദിവസം 72-ാം മണിക്കൂർ കടലിൻ്റെ പുറത്തുകൊണ്ട്. അപ്പോൾ ആദ്യത്തെ വെന്റിലേറ്റർ ഉണ്ടാക്കിയതാരാ? കരം ഉയരുന്നില്ലല്ലോ. മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് ഓക്സിജൻ്റെ ചേംബർ വെച്ച BMH അല്ല, MES അല്ല. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് സർക്കാർ ആശുപത്രിയിൽ മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് അവൻ നിൽക്കണമെങ്കിൽ അതിനകത്ത് ശ്വാസം വേണം. ആദ്യത്തെ വെന്റിലേറ്റർ ഉണ്ടാക്കിയ സ്വർഗത്തിലെ ദൈവം. ഇതാ സ്നേഹം. ഒരു ഉപദേശി നശിച്ചു പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കുന്നില്ല. സ്വോത്രം. അയ്യം വിളിച്ച ഉപദേശിയെ കൊണ്ട് തട്ടിയതാ. ഇതാ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന നിത്യസ്നേഹ. അതുകൊണ്ട് ബൈബിൾ പറയുന്ന അവസാനം, ആരും നശിച്ചു പോകാതെ ഏവരും നിത്യജീവൻ പ്രാപിപ്പാ തൻ്റെ ഏകജാതനായ പുത്രൻ ലോകത്തിലേക്ക് അയച്ചവൻ. ലോകത്തെ സ്നേഹിച്ചെങ്കിൽ ഈ 5-ാമത്തെ കാറ്റിൻ്റെ കൂടെ ഇതാണ്ട് ഇന്നും അടിച്ചു നിലമ്പൂരിൽ. ഞാൻ മുറ്റത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലമ്പൂർ അടിച്ച് കാറ്റ്. കാറ്റിനകത്ത് ഒരു അച്ചായം പോയി. സന്തോഷമില്ലല്ലോ. ഏതാ അച്ചായൻ? ബാക്കി കൂടെ കേട്ടാട്ട്. ഏലിയാവ് ഏലീശ യോർദാൻ്റെ കര ചെന്നു. കര ഉയരുന്നില്ലല്ലോ. അപ്പോൾ ഏലിയാവ് ഇന്ന് പോവും. ഏലീശയുടെ അടുത്ത് സ്വർഗം ചോദിച്ചു, എന്താ വേണം? ഞങ്ങൾ പറഞ്ഞേനെ നിലമ്പൂർ നോർത്ത് സെൻറ്റർ, സൗത്ത് സെൻറ്റർ ബൈബിൾ കോളേജും വേണമെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഏലീശ പറഞ്ഞു, ഒരു 400 പേരെ സ്നാനപ്പെടുത്തണം, കുറേ വേല. ആ സമയത്ത് യോർദാൻ്റെ അക്കര കയറി. ഏലിയാവ് എങ്ങനെ പോയി അമ്മാമ്മേ? അഗ്നിരഥങ്ങളും അഗ്നിയശ്വങ്ങളും. അവൻ ഏതിനകത്താ എടുത്തിട്ട്? ചുഴലിക്കാറ്റിലെടുക്കപ്പെട്ടു. കരമുയർത്തുന്നവർക്കായി എമിറേറ്റ്സും വേണ്ട, എയർ ഇന്ത്യയും വേണ്ട. അങ്ങനെയെങ്കിൽ തൻ്റെ ഭക്തന്മാരെ ചേർക്കുക. മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകുമില്. മനുഷ്യൻ മരണം കാണാതെ എടുക്കപ്പെടാറായി. 5-ാമത്തെ വേഗം വരാറായി. ക്യൂമിനോ നിംബസ്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവദാസനായ ഞാൻ വെള്ളം കുടിക്കാതെ പ്രസംഗിക്കുക. പോസ്റ്റ് വരുന്ന ആള് നിലമ്പൂക്കാരൻ പോസ്റ്റ് ഇടും. മരുന്ന് ഞാൻ കൊടുത്തിട്ടേ പോകത്തുള്ളൂ. സ്വോത്രം. ഇന്ന് രാത്രി കേട്ടോ, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കല. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ചൈനയുടെ സിൽക്ക് പാത വഴി ഇസ്രായേൽ ജനത്തെ ലോക രാജ്യങ്ങൾ, ജാതികൾ അവനെ തകർക്കാൻ ചെല്ലുന്ന ഒരു അന്തിമയുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മശക്തി പ്രാപിച്ച തൻ്റെ സഭയെ ചേർക്കുക. ആയിരക്കണക്കിന് കാറ്റുകളും ദൂതന്മാരുമായി എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. നിലമ്പൂരേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ബാക്കി നാളെ രാത്രി ഒരു കാര്യവും കൂടെ പറയാം. എന്താ? പ്രസംഗം എത്ര കേട്ടാലും നമുക്ക് സന്തോഷം. അമേരിക്കയിൽ ഒരുവനുണ്ടായിരുന്നു, ആൻഡ്രൂ ജാക്സൺ. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ്. ചെറുപ്പക്കാർ കേട്ടാട്ടെ. ജോർജ് വിൽസൺ, ഒരു പയ്യൻ, 5 പേരെ കുത്തിക്കൊന്നു, 2 പേരെ കുത്തിക്കൊന്നു. അമേരിക്കൻ ഫെഡറൽ കോടതി അവന് വിളിച്ചതാ. എന്താ കൊടുത്തതെന്നറിയാമോ? ഇന്നലെ പ്ലാറ്റ്ഫോം പറഞ്ഞുകൊണ്ട് ഇത് പറയോ. എന്താ? അവന് മരണശിക്ഷ. അവൻ്റെ അപ്പനും അമ്മയും കോടതി ചെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സാർ, അവനൊരു കൊച്ചു പയ്യനാ, 30, രക്തത്തിളപ്പില്ല. അയ്യോ,
അവന് മരണച്ചിട്ട്. അപ്പോൾ ആ രണ്ട് പറഞ്ഞ് ആൻഡ്രൂ ജാക്സണെ ചെന്ന് കണ്ടാൽ മതി. അപ്പോൾ അദ്ദേഹം അടുത്ത് ചെന്നു. അപ്പനും അമ്മേ, സാർ ഞങ്ങൾക്കൊരു മോനേ ഉള്ളൂ, 2 കുഞ്ഞുങ്ങളെ കൊന്നതാ, പക്ഷേ ഒരു വിടുതൽ തരുമോ? അദ്ദേഹം പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യണം, 3 പേപ്പറിൽ ഒപ്പിടണം. 1 ആൻഡ്രൂ ജാക്സൺ, ജോർജ് വിൽസൺ, 2 ജയിൽ സൂപ്രണ്ട്, 3 അതിനുശേഷം വാർഡൻ, ഇവരൊപ്പിട്ട് തരണം അവന് നല്ല നടപ്പെന്ന്. വൈറ്റ് ഹൗസിൽ നിന്ന് പേപ്പർ കിട്ടി, എല്ലാവരും കേൾക്കണം. അവരോടി സൂപ്രണ്ടിൻ്റെ അടുത്ത് നിന്ന്, സാറേ കോടതി തള്ളിയെങ്കിലും ആൻഡ്രൂ ജാക്സൺ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഒരു വഴി തുറന്നു. കേൾക്കോ, 3 പേപ്പറാണ് കയ്യിലിരുന്ന്. ആദ്യത്തെ പേപ്പർ സൂപ്രണ്ട് മേശപ്പുറത്ത് വെച്ചു, വാർഡൻ ഒപ്പിട്ടു. അദ്ദേഹം പറഞ്ഞു പയ്യൻ്റെ ഇത് ഒപ്പ് മേടിച്ചുകൊണ്ട് ഞാനിവിടെ തരാം, വൈറ്റ് ഹൗസിൽ കൊണ്ടു കൊടുത്ത റിലീസ് പേപ്പറാണ്. ഇവരവിടെ ചെന്ന് വിളിച്ചു. ജയിലിൻ്റെ കാരാഗ്രഹത്തിനകത്ത് ജോർജ് വിൽസൺ ഇങ്ങനെ നിൽക്കുക, മോനെ മോനെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടോ അമ്മച്ചി. അപ്പനും അമ്മയും കൂടെ ആ പേപ്പർ അവൻ്റെ കൊടുത്തു. അവൻ വായിച്ചു, അമേരിക്കൻ പ്രസിഡന്റിന്റെ പേപ്പറാ. അവൻ വലിച്ചു കീറിക്കളഞ്ഞു. അപ്പനും അമ്മയും നിലവിളിച്ചു. സൂപ്രണ്ട് ഓടി വന്നിട്ട് പറഞ്ഞു, അവൻ്റെ അവസാന ചാൻസും നഷ്ടപ്പെട്ടു. കരമുയർത്തുന്നവർക്കായി, കാര്യം മനസ്സിലാകുന്നവർക്കായി. ആ പേപ്പറിനകത്ത് ആൻഡ്രൂ ജാക്സൺ കൊടുത്ത പേപ്പറിൽ ഈ പയ്യൻ ഒപ്പിട്ട് സൂപ്രണ്ടോട് ഒപ്പിട്ടെങ്കിൽ അവന് ഒരു റിലീസ് ഉണ്ടായിരുന്നു. സ്വോത്രം. ഇന്ന് രാത്രി അനവധി അവസരങ്ങൾ, രക്ഷയുടെ ടിക്കറ്റ് നിന്റെ കരങ്ങളിൽ കിട്ടിയിട്ട് അത് വലിച്ചു കീറിക്കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് നീ പെട്ടുപോ. അമേരിക്കയുടെ ചരിത്രത്തിൽ ജോർജ് വിൽസണെ തൂക്കിക്കൊന്നു കളഞ്ഞു. ഇന്ന് രാത്രി അനവധി അവസരങ്ങൾ കിട്ടിയിട്ട് രക്ഷകനെ കണ്ട് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കാതെ, ലോകത്തിന്റെ മോഹമത്തിനകത്ത് കള്ളും കുടിച്ച് കഞ്ചാവും അടിച്ച് ഇന്ന് രാത്രി സീരിയലും കണ്ട് പോസ്റ്റ് വിട്ടിരിക്കുന്ന സഹോദര, വഴിയിൽ വെച്ച് പട്ടുപോകാതിരിപ്പാൻ കരമുയരുന്നില്ലല്ലോ. പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പേൻ. കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായ കർത്താവിന്റെ വചനത്തിലേക്ക് അടുത്തു വരിക. ബാക്കി നാളെ രാത്രി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ തൊട്ടടുത്ത് ചുങ്കത്തറ മർത്തോമ്പള്ളി ഉണ്ട്, ഇവിടുത്തെ മർത്തോമ്പക്കാരുണ്ട്. കേട്ടോണം, ഒറ്റ സാക്ഷ്യം പറയാം. സൗകര്യമാരിത് നോട്ട് ചെയ്തോണം, നിങ്ങൾക്ക് വേണ്ടിയാ. ബാക്കി നാളെ എന്താ സംഭവം എന്നറിയാമോ? ഞങ്ങളുടെ ചാത്തന്നൂരിൽ പ്രസംഗിക്കുന്ന നല്ലൊരു അച്ഛനുണ്ട്, ഷാജി തോമസ് അച്ഛൻ. എല്ലാവരും കേട്ടോട്ടെ, മർത്തോമക്കാർക്ക് വേണ്ടിയാ. അദ്ദേഹം 2024 കുവൈറ്റിൽ പോയി. 2024 4 ദിവസത്തെ ഇടവകദിനം, വ്യാഴം വെള്ളി ശനി. അമ്മമാരെല്ലാം കേട്ടോണം. അപ്പോൾ പള്ളിയോട് വരുന്ന മിഷൻ കൗൺസിൽ ഉച്ചക്കാരെങ്കിലും കൊണ്ടുപോകും. അതിനുശേഷം വൈകിട്ട് പ്രസംഗമാണ്. ശനിയാഴ്ച യോഗം കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരി, ഒരു കുഞ്ഞു മോൻ, ഇതായിരിക്കും നമ്മുടെ മോൻ്റെ കണക്ക്. അവർ വന്ന് അച്ഛനോട് പറഞ്ഞു, നാളെ പകൽ ഞങ്ങളുടെ വീട്ടിൽ കൊച്ചു വീടാ, വന്ന് ആഹാരം കഴിക്കും. അയ്യോ, അച്ഛൻ പറഞ്ഞു വേറെ തേറ്റ് മക്കളെ, ഞാൻ തിങ്കളാഴ്ച പോകും. നല്ല അച്ഛനാ. അപ്പം പറഞ്ഞു വൈകിട്ട് വേണേ വന്നൊന്ന് പ്രാർത്ഥിക്കാം. അദ്ദേഹം അവിടെ ചെന്നു. ഇവർ കൊണ്ടുപോയി ഒരു കൊച്ചു വീട്. സിനി പള്ളി പാടുന്ന പെങ്കൊച്ചു സെൻട്രൽ സ്കൂൾ ടീച്ചർ. അത് കഴിഞ്ഞതിന് ശേഷം ചെറുപ്പക്കാരൻ, ഒരു മോൻ. അവർ ചായ എല്ലാം കൊടുത്തു കഴിഞ്ഞു. ലാസ്റ്റിൽ അവൾ ഒരു CD കൊടുത്തു. സൗകര്യമാർ ശ്രദ്ധിച്ചാട്ടെ, അമ്മമാരെല്ലാം കേട്ടാട്ടെ, അമ്മച്ചി കേട്ടാട്ടെ. ആ CD-ക്കകത്ത് 2 ഫോട്ടോ. കൈക്കകത്ത് ട്രിപ്പ് കയറുന്നു, ഒന്ന് മൈക്ക് പിടിച്ചിരിക്കുന്നു, അടിയിലൊരു പോസ്റ്റ്, നാദാ നീ തന്ന സൗഖ്യം 10 പാട്ട്. അച്ഛൻ്റെ ചങ്ക് കത്തിപ്പോയി. എന്താ മോളെ പ്രശ്നം? അവൾ പറഞ്ഞ, അച്ഛാ ഇതൊരു ഭയങ്കര സാക്ഷ്യം, മർത്തമാക്കാർ കേൾക്കട്ടെ. എന്താ സാക്ഷ്യം എന്നറിയാമോ? എനിക്ക് 3 വർഷം പിറകിൽ ക്യാൻസർ ആയിരുന്നു, നാവിന് തടിപ്പായിരുന്നു, ഇവിടെ രക്ഷയിൽ അബ്ബാസിയെയും മങ്കാബും പർവാനിയെ എല്ലാം തള്ളി. അവസാനം ആരോ പറഞ്ഞു നാട്ടിലേക്ക് പോകാൻ. വീട്ടുകാരെ ബന്ധപ്പെട്ടു. കേട്ടോ മാമേ, രാത്രി 8 മണിക്ക് കുവൈറ്റ് എയർവേസിൽ കയറി. 1:30 മണിക്ക് തിരുവനന്തപുരം, 2:30 മെഡിക്കൽ കോളേജിൻ്റെ അവിടെ റൂം എടുത്തു. രാവിലെ 7:30 ആശുപത്രിയിൽ ചെന്നു. OP ടിക്കറ്റ് എല്ലാം വീട്ടുകാരുണ്ടായിട്ട് ശരിയാക്കി. ലേഡി ഡോക്ടർ മുൻപിലോട്ട് ചെന്നു. അവിടുത്തെ കുവൈറ്റിലെ റിപ്പോർട്ടെല്ലാം നോക്കി. അടുത്ത റൂമിൽ ദാണ്ട നമ്മുടെ മോനെ പോലുള്ള ഒരു കുഞ്ഞിനെ അടുത്ത റൂമിൽ ഏൽപ്പിച്ചിട്ട് അവർ വന്നിരിക്കുന്നത്. ചെറുപ്പക്കാർ മുമ്പ് ഇരുന്നപ്പോൾ സൺഡേ സ്കൂളിനകത്ത് പാട്ട് പാടുന്ന പള്ളിയിലെ കൊയർ ലീഡർ സിനിയോട് ഡോക്ടർ പറഞ്ഞൊരു വാക്ക് സ്പ്രെഡായിപ്പോയി, മോളെ നാവ് മുറിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. മനസ്സിലാകുന്നവർക്കായി മമേ സന്തോഷമില്ലല്ലോ. 34 വയസ്സുള്ള പെൺകുട്ടിയുടെ നേർക്ക് RCCയിലെ ലേഡി ഡോക്ടർ പറഞ്ഞു നാവ് മുറിച്ചാൽ രക്ഷപ്പെടാം. ഭർത്താവും അവളും കരയാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് സമയം വൈകി, നാളെ വരണം, MRI എടുക്കണം, ബയോപ്സി എടുക്കണം, പൈസകളെല്ലാം കിട്ടിയിട്ട് പോകാൻ പറഞ്ഞു. അവർ നേരെ പൈസകൾ കിട്ടി. വീട്ടുകാരുമായിട്ട് ചേർന്ന് പോയി റൂം എടുത്തു. അവിടെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ റൂമിൽ നിന്ന് അവൾ ആ ഭർത്താവിൻ്റെ കൈ കരം കൊടുത്തിട്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ രോഗം അങ്ങയ്ക്കറിയാം, പക്ഷേ എനിക്ക് ആയുസല്ല, ഒരിക്കൽ കൂടി പള്ളി പാടാൻ കൃപ തരണം. കരമുയരുന്നില്ലല്ലോ. കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ കൃപ തരണം. അവൾ ദൈവത്തോട് നിലവിളിച്ചു. പിറ്റേന്ന് രാവിലെ പോയി ടെസ്റ്റ് എടുത്തു, നല്ല ടെസ്റ്റുകൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 8 ദിവസം കഴിഞ്ഞ് ബയോപ്സിയുടെ റിസൾട്ട് കിട്ടത്തോളൂ, ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണം, പനി വരാൻ സാധ്യതയുണ്ട്. ഡോക്ടർ മൊബൈൽ നമ്പർ കൊടുത്ത് കാഷ്വാലിറ്റി കാണിക്കണം RCC. അവൾ പോയി, അവൾക്കൊരു പനിയും വന്നില്ല. എല്ലാ മക്കളും കേട്ടാട്ടെ എന്താ സംഭവിച്ചത്. 8ാം ദിവസം നല്ലൊരു തിങ്കളാഴ്ച RCCയിൽ OP, ഭയങ്കര OP. അവൾ പ്ലാസ്റ്റിക് കാർഡ് കൊടുത്തു. ജൂനിയർ ഡോക്ടർ നിങ്ങളുടെ അക്ഷയെന്ന് പ്രിന്റ് എടുക്കുന്ന റിപ്പോർട്ട് എടുത്തു. ആ ചെറുപ്പക്കാരുടെ മുഖത്ത് ഒരു ചെറിയ സന്തോഷം. അവൻ പറഞ്ഞു കിളിവാതിൽ കൂടെ ഡോക്ടർ കൊടുത്ത് അകത്തിയല്ല, അവർ മറ്റൊരു സമുദായത്തിൽ ഒരു ഡോക്ടറായിരുന്നു ഹിന്ദു മാർഗത്തിൽ. ആ റിപ്പോർട്ട് കണ്ടിട്ട് അവരിങ്ങനെ പറഞ്ഞു,
ഒരു മിറക്കിൾ നടന്നിട്ടുണ്ട്. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ബാക്കി കേട്ടാട്ടെ. ക്യാൻസർ മാറിയില്ല. ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നാവ് തൽക്കാലം മുറിക്കണ്ട, 2 ഇത്ര കീമോയും റേഡിയേഷനും എടുത്ത് വന്നും പോയി നിന്നാൽ മതി. അവൾ അത് ഏറ്റു. 2 വർഷം അമ്മാമ്മയെ സിനി കുവൈറ്റിൽ നിന്ന് പോയി വന്ന് റേഡിയേഷൻ എടുത്തു, കീമോ എടുത്തു, ക്യാൻസർ സൗഖ്യമായി. അവൾ എഴുതിയ പാട്ട നാദ നീ തന്ന സൗഖ്യം. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി കുവൈറ്റിലെ സിനിക്ക് മാത്രമല്ല, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി നടത്തുന്ന ദൈവത്തെ ഈ രാത്രി സ്തുതിക്കുന്ന നിർത്താൻ പോകുന്നു. മധ്യപാസ് എഴുന്നേറ്റ്, ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോടു കൂടി ഒന്നും കൊണ്ടുപോകത്തില്ല. കപ്പൽ റോയ്, കപ്പൽ ജോയി. സന്തോഷമില്ലല്ലോ? മാധ്യപാസും സന്തോഷമില്ല. സ്വോത്രം. നല്ല വയനാട്ടിൽ നല്ല വീട്, ചിക്കനും ബദാമും. സ്വോത്രം. ഗതി കെട്ടിട്ട് അവനും ചാടി. സന്തോഷമില്ലല്ലോ? കോസുകാരെല്ലാം കേട്ടോട്ടെ, കത്തോലിക്കരും കേട്ടോ. 2ാമത് മുത്തൂറ്റ് രായിച്ചാൻ ഡൽഹി ഡേവൾസുമായിട്ട് ക്രിക്കറ്റ് കളിക്ക് വാതുവപ്പാൻ പോയി. ഇസബേലിനെ തള്ളിയിട്ടോൾ ഒറ്റ വീഴ്ച. കരം ഉയരുന്നില്ലല്ലോ അച്ചായ. അടുത്തത് കോൺഫിഡൻ്റ് റോയി, 36ാമത്തെ വയസ്സിൽ നല്ല വിമാനവും കാറും എല്ലാം, 16 റോൾസ് റോയ്സ്. ആവശ്യമില്ലാത്ത പണിക്ക് പോയി. ക്രിസ്ത്യാനി, മാമോദീസ വെള്ളം വീണവൻ. ബിഗ് ബോസ്. സന്തോഷമില്ലല്ലോ? ബിഗ് ബോസ്. കത്തോലിക്ക സഭയിൽ ഒരു അച്ഛൻ പുള്ളിയോട് പറഞ്ഞ്, നിന്റെ ചീട്ട് കർത്താവ് കീറുന്നു. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. 56 വയസ്സ്, കോടീശ്വരൻ, കോൺഫിഡൻറ്റ്. അവൻ്റെ കോൺഫിഡൻ്റ് ഇല്ല. കീടിയം കുറ്റം പറയണ്ട. നെഞ്ചത്ത് തോക്കെടുത്ത് വെടിവെച്ചു. ബാക്കി സമുദായത്തെ ഞാൻ തൊടത്തില്ല. ഇന്ന് രാത്രി റോയി പോയി, മുത്തൂറ്റ് രാജൻ പോയി, കപ്പൽ ജോയി പോയി. ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോടു കൂടി ഒന്നും കൊണ്ടുപോകത്തില്ല. എന്നാൽ ഇന്ന് രാത്രി നിലമ്പൂർ ടൗണിൽ ഞങ്ങൾക്കൊരുറപ്പ്, കപ്പക്കാലെ മരിക്കാം, കവലെ മരിക്കാം, ക്യാൻസറിനകത്ത് മരിക്കാം, ട്യൂമറിനകത്ത് മരിക്കാം, സ്റ്റേജിൽ ആരാധിക്കുമ്പോൾ മരിക്കാം. ഞങ്ങളുടെ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ. കല്ലറയ്ക്കപ്പുറത്ത് ഞങ്ങളെ മാടി വിളിക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മടങ്ങി വരാറായി കാൽവറിയിൽ കൂടിയുള്ള സൗജന്യ രക്ഷ പ്രാപിച്ചവരെ ചേർക്കുക. നാളെ രാത്രി സെക്കരിയ 12, 1, 2, 3 ഇസ്രായേൽ അതിനെക്കുറിച്ചുള്ള പ്രവചനം. അന്നാളിൽ ജെറുസലേം ഒരു പരിഭ്രമ പാത്രം. 2, അതൊരു ഭാരമുള്ള കല്ല്. 3, ജാതികൾ വിരോധമായി കൂടി വരും. 4, അത് കഠിനമായി മുറിവേൽക്കപ്പെടും. ആ മുറിവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരാറാണ്. അതിനുശേഷം റഷ്യ മേധാവിയായി തീരും. അറബ് രാജ്യങ്ങൾ മുഴുവൻ ചേർന്ന് യെരൂശലേമിലേക്ക് പോകുന്ന ഒരു മാർച്ച് പാസ്റ്റ്. ആ മാർച്ച് പാസ്റ്റ് വരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി പുതിയ നിയമസഭ കൈകളാൽ തീർക്കപ്പെടാത്ത നിത്യരാജ്യത്തിലേക്ക് പോകാൻ സമയമായി. എഴുന്നേറ്റാട്ടെ, എല്ലാ കരങ്ങളും അടിച്ച് രീകച്ചാനക ബൗഡ മനാദന ബന്ധൽ കമന ആത്മാവിൽ ആരാധിച്ചാട്ടെ. എല്ലാവരും ആരാധിച്ചാട്ടെ. എല്ലാ ക്യാൻസറുകൾ, എല്ലാ ട്യൂമറുകളും യേശുവിൻ്റെ നാമത്തിൽ. കുവൈറ്റിലെ സിനിയെ തൊട്ട കരം ഈ രാത്രി. വലമിടം 1000 വലിയവർ വീണാലും, ഗൾഫ് രാജ്യങ്ങൾ തകർന്നാലും, അമേരിക്ക തകർന്നാലും, എൻ്റെ പടകിനകത്ത് എന്നെ കാത്തു പരിപാലിക്കാൻ എൻ്റെ കർത്തൻ കൂടെ. കരത്തെ തട്ടി കർത്തർക്ക് മഹിമ. എല്ലാ കരങ്ങളും അടിച്ച് ചേർന്ന് ചേർന്ന് പാടി ആരാധിച്ചാട്ടെ. യെസ്. വലിയവർ വീണാലും വല്ലവൻ കാത്തിടുമേ. ശക്തിയോടെ വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമനിൽ തന്നെ വല്ലവൻ കാത്തിടുമേ. തുണയെനിക്ക് യേശുവേ. കുറവിനില്ലതാ അനുദിനം തൻ നിഴല് മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്ക് യേശുവേ. ഒരു പഴയ പാട്ട് പാടി. അനുദിനം തൻ നിഴല് മറവിൽ വസിച്ചിടും അവനെന്റെ സങ്കേതവോ അവലംബവും കോട്ടയും പ്രത്യാശയോടെ അവനീലാകുലത്തെ അവൻ മതി ആശ്രയിക്കാൻ. അവനെന്റെ സങ്കേതമോ അവലംബവും കോട്ടയും അവനീലാകുലത്തെ അവൻ മതി ആശ്രയിക്കാൻ.
എനിക്ക് യേശുവേ. ജഗതല ബൗഡല ചന്ദന ദിഗജല അനുദിനം തൻ മറവിൽ വസിച്ചിടും ഞാൻ. പകയന്റെ കണികളിലോ പകരുന്ന വ്യാധിയിലും ശക്തിയോടെ പകലിലും രാവിലും പകർന്നിടും കൃപമഴ പോലെ. രാത്രി ശക്തിയോടെ പകയന്റെ കണികളിലോ പകരുന്ന വ്യാധിയിലും അമ്മ പകലിലും രാവിലും പകർന്നിടും കൃപമഴ പോലെ. എനിക്ക് യേശുവേ. പുറവിധിയിൽ സദാ അനുദിനം തന്നിടലേ മറവിൽ വസിച്ചിടും ഞാൻ. ശരണമവൻ കരുത്തൻ ചിറകുകളിൽ കീഴിൽ നിലമ്പൂർ പരിചയം പലകയുമായി പരമനി പാരിടത്തിൽ ശരണമവൻ കരുത്തൻ ചിറകുകളിൽ കീഴിൽ പരിചയം പലകയുമായി പരമനി പാരിടത്തിൽ തുണ എനിക്ക് യേശുവേ. പുറവിധിയിൽ ചേർന്ന് പാടി ആരാധിച്ചാട്ടെ. ആകുലവേളകൾ ആപത്തുനാളുകളിൽ ആശ്വസിപ്പിച്ചിടുവാൻ ആകുലവേളകളിൽ എനിക്ക് യേശുവേ. കൈവിടാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം, നിന്റെ മുറിവുകളെ കെട്ടുന്ന ദൈവം, ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ കരം ഇതിനകത്ത് വ്യാപരിക്കുന്നു. ആണ്ടവരിൽ വല്ലമായി, ദേവൻ വല്ലമായി, എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. ഒട്ടോളമല്ല, അരയോളമല്ല, നീന്തി തുടിക്കാൻ കഴിയാത്ത ദൈവകൃപ, 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 ദൈവകൃപ ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കണം. ജഗതല ബൗഡല ചന്ദന ദിഗജലയത്തുന വൈഡമനത് എല്ലാ കരങ്ങളും ചേർന്ന് അടിച്ച് ആരാധിച്ചാട്ടെ. എല്ലാ ശാപക്കെട്ടുകളും എല്ലാ രോഗക്കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അടിയാട്ടെ. ഇന്ന് രാത്രി വിടുതലുന്ന രാത്രി, സൗഖ്യത്തിന്റെ രാത്രി, കെട്ടുകൾ പൊട്ടുന്ന രാത്രി, തീ കത്തുന്നത് പോലെ, മഴ പെയ്യുന്നത് പോലെ, കാറ്റടിക്കുന്നത് പോലെ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. പുത്രന്മാര് പ്രവചിക്കും, യുവാക്കൾ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. മേലാകാശത്തിന് കീഴ് ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങൾ. നാഥന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആണ്ടവരിൽ വല്ലമായി, ദേവൻ വല്ലമായി. പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. എവരി ക്യാൻസേഴ്സ്, എവരി ട്യൂമേഴ്സ്, എവരി ആർത്രൈറ്റിസ്, എല്ലാ തൈറോയിഡുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ യേശുവിന്റെ കരം ഈ രാത്രി ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കുന്ന രാത്രി. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. നന്ദി ആണ്ടവരെ, നന്ദി ആണ്ടവരെ, നന്ദി ആണ്ടവരെ, നന്ദി ആണ്ടവരെ. കൃപയേ, 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 കൃപയേ. Lord Jesus, the mighty presence of Holy Spirit, the second day surrounded by our fathers and our mothers and sisters, the heavenly touch of Holy Spirit, remove every tumors, every cancers, every arthritis, every thyroid. The presence of Holy Spirit, എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ ആർത്രൈറ്റിസുകളും, എല്ലാ തൈറോയിഡുകളും, എല്ലാ കിഡ്നി ഡിസീസും, എല്ലാ ക്രിയാറ്റിൻ കൗണ്ടുകളും മെയിൻ ചെയ്യാൻ കരുത്തുറ്റ ദേവൻ കരം, ആണ്ടവരിൻ കരം, വല്ലമായി കരം இந்த മക്കളെ ഇന്ന് രാത്രി തൊടുന്നതിനായി ഒരു നിമിഷം കൂടി നിങ്ങളുടെ സഹകരണത്തിന്. മഴയില്ലാതെ കാത്തു സൂക്ഷിച്ചു. നമുക്ക് നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. വ്യാഴാഴ്ച ഇവിടെ കസേരയില്ല, ഗ്രൗണ്ട് ഇല്ല, അതോടൊപ്പം ടെന്റ് ഇല്ല, പാട്ടുകാരില്ല, ലൈവ് ഇല്ല. ഇന്നൊരു രാത്രി കൂടി തായെ തകർപ്പരെ തമ്പി തങ്കച്ചി இந்த நாள்களில் ഉണ്മயான செய்தி കൂട്ടങ്ങളുടെ നൽ ചെയ്തി കൂട്ടങ്ങളുടെ രണ്ടാമത് ഇറവ് ഒരമ്മ ഒരു കുഞ്ഞുമായി വീട്ടിൽ നിന്നിറങ്ങി. അവളുടെ പേര് ഹാഗാർ. അബ്രഹാം കൊടുത്ത വെള്ളമുണ്ട്. എന്താ സംഭവിച്ചത്? മരുഭൂമിയിൽ വന്നു. ബേർശബ അമ്മച്ചി കുഞ്ഞിനെ സൈഡിൽ കടത്തി. ഒരമ്പ് ദൂരം അമ്മ കരയാൻ തുടങ്ങി. ചെറുപ്പക്കാരൻ, അവൾക്കറിയാൻ 2 മരണം. ഒന്നേ കുഞ്ഞ് മരിക്കും, 2 താനും മരിക്കും. ദൈവസന്ധിയിൽ അവർ പറഞ്ഞു, അപ്പാ
ഒരടി മുന്നോട്ട് നടക്കാൻ വയ്യ. തമിഴ് പേസുகிறது മുന്നാടി എൻ കുളന്തെ പിന്നാടി നാനും പോകത്. എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കണം. ഹാഗാറിന്റെ കണ്ണൂറ്റ് നീർ ഉറ്റു തണ്ണി ബേർശബായിൽ വീണപ്പോൾ സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി. ഇന്ന് രാത്രി നീ കരമുയർത്തുമ്പോൾ നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ വഴി തുറക്ക്. അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് കൊടുത്ത തുരുത്തി വെള്ള, പക്ഷേ സ്വർഗം തുറന്നപ്പോൾ ഉറവ. കരമുയർത്തുന്നവർക്കായി നിന്റെ ശൂന്യതകളെ മാറ്റുവാൻ അമ്മ മുട്ടുമടക്കി സ്വർഗത്തിന്റെ ഉറവ ഇറങ്ങി. ഇന്ന് രാത്രി സയൻസ് ഞാൻ വായിച്ച് കരഞ്ഞു. ബേർശബായിൽ 2 കിലോമീറ്റർ ചെന്നാൽ വെള്ളം കിട്ടത്തില്ല. അമ്മയുടെ കണ്ണുനീർ അവിടെ വീണപ്പോൾ സ്വർഗത്തിന്റെ കരമിറങ്ങി. കിണർ കുടിക്കാൻ ആൾ വന്നില്ല, ബോർവെൽ വന്നില്ല, മെഷൻസ് വന്നില്ല. 2 കിലോമീറ്റർ താഴെ കടന്ന വെള്ളത്തെ ആ മാതാവിൻ്റെ കയ്യിൽ കൊടുത്തെങ്കിൽ നിന്റെ വിഷയത്തിന് ഒരു ഉറവ തുറക്കാൻ. കരമുയരുന്നില്ലല്ലോ. നിന്റെ രോഗവിഷയത്തിൽ ഒരു ഉറവ, വിസയുടെ വിഷയത്തിൽ ഒരു ഉറവ, കടഭാരത്തിൽ ഒരു ഉറവ, വിവാഹത്തിൻ്റെ വിഷയത്തിൽ ഒരു ഉറവ, നാളെയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ഉറവ. കരമുയരുന്നില്ലല്ലോ. ക്യാൻസറിനകത്ത് ഒരു വിടുതലിൻ്റെ ഉറവ, നിന്റെ ട്യൂമറിനകത്ത് ഒരു വിടുതലിൻ്റെ ഉറവ, നിന്റെ മാമോഗ്രാമിനകത്ത് ഒരു വിടുതലിൻ്റെ ഉറവ. നാളുകളായി നിന്റെ ശരീരത്തിനകത്ത് വ്യാപരിച്ച അന്യായ കട്ടികളെ തകർത്ത് മാറ്റുക. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലമായി ഉറവ വരുന്ന രാത്രി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ സ്വർഗത്തിലേക്ക്. ഒരു പഴയ പാട്ട്, ആരും സഹായമില്ല, എല്ലാവരും എന്നെ കൈവിട്ടാലും എൻ്റെ ദൈവം സ്വർഗസ്ഥനായി. ഹാഗാറിന്റെ കണ്ണുനീർ കണ്ട ദൈവം ഇന്ന് രാത്രി വെട്ടിക്കുന്നിൽ എന്നെ കാണും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ കോയറിനോട് ചേർന്ന് പാടിയാട്ട് മക്കളെ. ആരും സഹായം, കരങ്ങൾ ഉയരട്ടെ. വാനിൽ കണ്ട് കരങ്ങൾ ഉയരട്ടെ, കരങ്ങൾ ഉയരട്ടെ. അപ്പച്ചമ്മച്ചി എന്നാൽ എനിക്കൊരു സഹായകൻ എനിക്കൊരു സഹായകൻ കരയുന്ന കാക്കയ്ക്കും ഒരു വാക്കൂടെ, കരയുന്ന കാക്കയ്ക്കും കരങ്ങൾ ഉയരട്ടെ. കാട്ടിലെ മൃഗങ്ങൾ, ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വരനെ മതി. അപ്പനും അമ്മയും എല്ലാ കരങ്ങളും, അപ്പനും അമ്മയും വീടും ദാനമേളും സ്വത്തുസുഖം മേളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ദാനമേളും സ്വത്തുസുഖം മേളും പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തി എന്റെ ദൈവം സ്വർഗസിംഹാസനം. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ ഒരിക്കൽ കൂടി എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ ഓർത്തി